കുംഭമേളയ്ക്കെത്തുന്ന സന്യാസിമാർ അക്രമാസക്തരാകുന്നത് എന്തുകൊണ്ട്? യുദ്ധസമാനമായ പരിശീലനങ്ങൾ കുംഭമേളയ്ക്കിടെ നടക്കുന്നതിന് കാരണമെന്ത്? അഖാഡകൾ പരസ്പരം മത്സരിക്കുകയും ഏറ്റുമുട്ടുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടി? അറിവ് നേടിയവരുടെ പക്വത പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്ന വിമർശനത്തിന് കാരണമെന്ത്? കുംഭമേളയുടെ വസ്തുതകളിലേക്കാണ് ഇന്നത്തെ സത്യം പറയട്ടെ. കുംഭമേള സമാധാനത്തിന്റെ മേളയല്ല എന്നതാണ് പരമമായ സത്യം. 13 അഖാഡകളാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ സന്യാസി സമൂഹം 14ാമത്തെ അഖാഡയായി എത്തുന്നുണ്ടെങ്കിലും അത് സംഘാടകർ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. അഖാഡ എന്നാൽ ആയോധന കലകൾ അഭ്യസിക്കുന്ന ഇടം എന്നാണ് അർത്ഥം. 12 വർഷം പരിശീലിച്ച അഭ്യാസങ്ങൾ അവതരിപ്പിക്കാനുള്ള ഇടമാണ് കുംഭമേള. ആയോധന കലകളും യോഗയും ഗുസ്തിയും ഒക്കെ പഠിക്കുന്ന പോരാളികളാണ് ഈ മേളയ്ക്കെത്തുന്നവർ. അവരെ സനാതനധർമ്മത്തിന്റെ സംരക്ഷകർ എന്നാണ് ഹിന്ദുയിസം വിളിക്കുന്നത്. ഓരോ അഖാഡയിലും ചിന്താപരമായ മേൽക്കോയ്മയുള്ള ചില സന്യാസിമാർ ഉണ്ടെങ്കിലും പ്രധാന പരിശീലനം സായുധ മാർഗത്തിലും ഗുസ്തിയിലുമാണ്. ഹിന്ദുത്വം സംരക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കുംഭമേളകളിൽ സമാധാനം വന്നത് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ തുടർന്ന് എന്നാണ് ചരിത്രരേഖകൾ. 1760 നടന്ന ഹരിദ്വാർ കുംഭമേളയിൽ ആദ്യം സ്നാനം നടത്താനുള്ള അവകാശത്തിനായി വിവിധ അഖാഡകളിലെ സന്യാസിമാർ ഏറ്റുമുട്ടി. അഘോര യുദ്ധത്തിൽ 18,000 സന്യാസിമാർ കൊല്ലപ്പെട്ടു എന്നാണ് രേഖകൾ. ക്യാപ്റ്റൻ റേപ്പർ 1808 എഴുതിയ പുസ്തകത്തിൽ ആ ഏറ്റുമുട്ടലിന്റെ ദൃക്സാക്ഷികൾ പറയുന്ന വിവരങ്ങളുണ്ട്. പല സന്യാസിമാരും ക്രൂരമായാണ് കൊല്ലപ്പെട്ടത് എന്നും രേഖകൾ പറയുന്നു. 1796 ഹരിദ്വാറിലെ കുംഭമേളയിൽ ഏറ്റുമുട്ടിയത് ശൈവ സന്യാസിമാരും സിഖ് സന്യാസിമാരുമാണ്. മരണം 500-ലേറെ എന്നാണ് രേഖകൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്നാണ് കുംഭമേളയ്ക്ക് ചിട്ടകൾ ഉണ്ടായത്. 1858 മതകാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് ബ്രിട്ടീഷ് രാജ്ഞി ഉറപ്പു നൽകി. അതോടൊപ്പം കുംഭമേളയിൽ ഏതൊക്കെ അഖാഡകൾ ആദ്യം മുങ്ങണമെന്നും തീർപ്പുണ്ടാക്കി. കുംഭമേളയിൽ 13 അഖാഡകൾക്കും പ്രത്യേക ദൗത്യമുണ്ട്. 7 ശൈവ അഖാഡകളും 3 വൈഷ്ണവ അഖാഡകളും 2 ഉദാസീന അഥവാ നിഷ്പക്ഷ അഖാഡകളുമാണ്. 13ാമത്തെ അഖാഡയാണ് സിഖ് വിഭാഗത്തിൻ്റെത്. ശൈവ വിഭാഗത്തിലെ മഹാനിർവാണ അഖാഡയാണ് സ്നാനയാത്ര നയിക്കുക. അടല അഖാഡ, നിരഞ്ജനി അഖാഡ, ആനന്ദ അഖാഡ, ജൂന അഖാഡ, ആവാഹന അഖാഡ, അഗ്നി അഖാഡ എന്നിങ്ങനെയാണ് ക്രമം. എല്ലാ ഹിന്ദുക്കൾക്ക് പോലും സന്യാസിയാകാൻ അനുവാദമില്ലാത്ത അഖാഡകളുണ്ട്. ചാതുർവർണ്ണ്യത്തിലെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവരെ മാത്രമേ അടല അഖാഡ സന്യാസിമാരായി വാഴിക്കൂ. അവർണർ എന്ന് വിളിച്ചിരുന്നവർക്കും അയിത്ത ജാതിക്കാർക്കും മാത്രമല്ല ശൂദ്രർക്ക് പോലും സന്യാസിയാകാൻ അനുവാദം നൽകാത്ത വിഭാഗമാണ് അടലകൾ. 3 വൈഷ്ണവ അഖാഡകളിലെ 1 മാത്രമാണ് ദിഗംബരന്മാർ. നിർവാണി, നിർമോഹി, ദിഗംബര എന്നിങ്ങനെയാണ് ആ അഖാഡകൾ അറിയപ്പെടുന്നത്. വൈഷ്ണവ അഖാഡകളുടെ പതാകയിലുള്ള ചിത്രം ഹനുമാന്റേതുമാണ്. ഉദാസീന അഖാഡകൾ അഥവാ നിഷ്പക്ഷർക്ക് 2 ശാഖകളാണുള്ളത്. ആദ്യത്തേത് ബഡ അഖാഡയും രണ്ടാമത്തേത് നയ അഖാഡയും. ഈ സംഘമാണ് മദ്യം അഥവാ മദിര കൊണ്ട് ഹോമം നടത്തുന്നവർ. സിഖ് അഖാഡയിൽ 15,000 സന്യാസിമാരാണുള്ളത്. ഹരിദ്വാറാണ് കേന്ദ്രം. ഹിന്ദു ഗ്രന്ഥങ്ങൾക്കൊപ്പം ഗുരുഗ്രന്ഥ സാഹിബും പിന്തുടരുന്നു എന്നതാണ് പ്രത്യേകത. സന്യാസിമാർ എന്ന് പറയുമ്പോൾ ഇവയൊന്നും ചെറിയ സംഘങ്ങളല്ല. ഏറ്റവും വലിയ ജുന അഖാഡയിൽ 5 ലക്ഷം സന്യാസിമാരാണുള്ളത്. ഇന്ത്യയിലെങ്ങും അസംഖ്യം ശാഖകളും ലക്ഷക്കണക്കിന് അണികളുമുണ്ട്. ദിഗംബര അഖാഡയിൽ 2 ലക്ഷം സന്യാസിമാരാണുള്ളത്. 450 ശാഖകളുമുണ്ട്. ഇന്ത്യയിൽ 3 വിഭാഗങ്ങളിലായി പട്ടാളത്തിൽ 14 ലക്ഷം സൈനികരാണുള്ളത്. അത്ര തന്നെ വരും അഖാഡകളിലെ പരിശീലനം ലഭിച്ചവരുടെ അംഗത്വവും. കുംഭമേളയിൽ സമ്മേളിക്കാൻ വരുന്ന ഇവർ പല വേഷങ്ങൾ കെട്ടി ആനന്ദിപ്പിക്കുക എന്ന ലക്ഷ്യമല്ല നിറവേറ്റുന്നത്. ആയോധന പരിശീലനം ഇന്നും മുറതെറ്റാതെ തുടരുന്നു എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കുംഭമേളകൾ ഒരു കാലത്ത് വ്യാപാര ഉത്സവങ്ങൾ കൂടിയായിരുന്നു. ഈ അഖാഡകളാണ് അതത് മേഖലയിലെ സ്വത്ത് കൈകാര്യം ചെയ്തിരുന്നത്. സ്വർണവും വെള്ളിയും സുഗന്ധവ്യഞ്ജനങ്ങളും വനവിഭവങ്ങളുമെല്ലാം വാങ്ങാനും വിൽക്കാനുമായി അഖാഡകൾ എത്തിയിരുന്നതും ഈ മേഖലകളിലാണ്. സന്യാസം എന്ന് പൊതുവെ പറയുമെങ്കിലും സമാധാനത്തിന്റെ പാഠങ്ങളല്ല ശങ്കരാചാര്യർ സ്ഥാപിച്ച ഈ അഖാഡകൾ പിന്തുടരുന്നത്. നമസ്കാരം.